ബയോളജിക്കൽ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് ലൈഫ് ടൈമിലെ എല്ലാ സ്ത്രീകളും തന്നെ അഭിമുഖീകരിക്കുന്ന ഒന്നാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു സമയത്തേക്ക് അവൈലബിൾ ആണെങ്കിലും ഒട്ടുമിക്ക സ്ത്രീകളും ഇവിടെ ചൂസ് ചെയ്യുന്നത് സാനിറ്ററി പാഡുകളാണ്. പല ബ്രാൻഡുകളുടെ വിവിധ ഫീച്ചേഴ്സോട് കൂടിയുള്ള സാനിറ്ററി പാഡ്സ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളുമാണ്. പക്ഷേ ഒരൊറ്റ സാനിറ്ററി പാഡ് തന്നെ നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്യുന്നവരെ നമ്മുടെ സ്കിന്നുമായിട്ട് ഒരു ലോങ് എക്സ്പോഷർ ഉണ്ടാകുന്നത് വഴി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറേ കെമിക്കൽസ് അവിടെ റിലീസ് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് എത്തി നമുക്ക് കുറേ നെഗറ്റീവ് ഇമ്പാക്ട്സ്, കുറേ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് ഇത് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് റിസർച്ചുകളും പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പൊ ഏതൊക്കെ കെമിക്കൽസ് ആണ് നമുക്കിവിടെ വില്ലന്മാരായിട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ താലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. ഈ താലൈറ്റ്സിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൈ ഈഥൈൽ ഹെക്സൈൽ താലൈറ്റ് എന്ന് പറയുന്ന DEHP എന്ന് ചെറുതായിട്ട് ഷോർട്ടായിട്ട് അറിയപ്പെടുന്ന ഒരു കെമിക്കൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ DEP ഉണ്ട്, DBP ഉണ്ട്, BBP ഉണ്ട്. ഇങ്ങനെ കുറെ ഗ്രൂപ്പ് ഓഫ് താലൈറ്റ്സ് ഉണ്ട്. ഇനി താലൈറ്റുകളെ കൂടാണ്ട് പാരാബൻസ് ഉണ്ട്, ഡയോക്സിൻ ആൻഡ് ഡയോക്സിൻ ലൈക്ക് കോമ്പൗണ്ട്സ് ഉണ്ട്, അതുപോലെ ഫീനോൾസ് ഉണ്ട്, പിന്നെ അതും കൂടാണ്ട് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ പാഡുകളിലെല്ലാം ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട്, സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറെ കെമിക്കൽസ് ഉണ്ട്. അപ്പം ഈ ഒരു കെമിക്കൽസ് എല്ലാം നമുക്ക് പല രീതിയിലാണ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡിയിലുള്ള മെക്കാനിസത്തിനനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തരുടെയും ശരീരഘടന ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ കണ്ടീഷനും സിറ്റുവേഷനും അനുസരിച്ച് ഇതിൽ ചില ആളുകളിലെങ്കിലും, എല്ലാവരിലും എന്നല്ല, ചില ആളുകളിലെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽസ് എല്ലാം കാർസിനോജൻസ് ആയിട്ട് ചിലപ്പോഴെങ്കിലും ആക്ട് ചെയ്യും. കാർസിനോജൻസ് എന്ന് പറയുമ്പോൾ ക്യാൻസർ കോസിങ് ഏജൻസ്, അർബുദത്തിന് കാരണമാകുന്ന ഏജന്റുകളായിട്ട് ആക്ട് ചെയ്യും. ഇനി ഇതിൽ ചില കെമിക്കൽസ് ചിലപ്പോൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെയും ഹോർമോൺ പ്രൊഡക്ഷനെയും ആയിരിക്കും ബാധിക്കുക. അതായത് നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയും ഗ്രന്ഥികളെയും, ഈ ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപാദനത്തിനുള്ള ആ ഒരു ക്ഷമതയെയും അതുപോലെ ആ ഒരു താളമൊക്കെ ആയിരിക്കും ഈ ഒരു കെമിക്കൽസ് അവിടെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ സംടൈംസ് ഈ കെമിക്കൽസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമ്മുടെ പ്രതിരോധ ശേഷിയെ ആയിരിക്കും ബാധിക്കുക. അപ്പൊ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ പ്രകാരം നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കാൻ പറ്റുക എന്ന് നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് പാഡുകൾ ചേഞ്ച് ചെയ്യുക. നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് സാനിറ്ററി പാഡ്സ്, ഒരു 3 to 4 അവേഴ്സിനുള്ളിൽ, കുറഞ്ഞതൊരു 3 to 4 അവേഴ്സ് കഴിയുമ്പോഴെങ്കിലും നമ്മൾ സാനിറ്ററി പാഡ് ചേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് സാനിറ്ററി പാഡ് ചൂസ് ചെയ്യുമ്പം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള കോട്ടൺ സാനിറ്ററി പാഡ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പാഡുകളിൽ ഡൈകളും അതുപോലെ അദസീവ്സ് ഒക്കെ കുറവായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് കുറവ് സൈഡ് എഫക്ട്സ് ആയിരിക്കും ഇവർ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഫ്രാഗ്രൻസ് ഉള്ള, സെന്റഡ് ആയിട്ടുള്ള, ഭയങ്കര അടിപൊളി സ്മെല്ലുള്ള സാനിറ്ററി പാഡ്സ് സെലക്ട് ചെയ്യാത്തതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം നെക്സ്റ്റ് പറയുന്ന കാര്യം ഫോളോ ചെയ്യേണ്ടതാണ്. മെൻസ്ട്രൽ കപ്പ് പോലെയുള്ള മറ്റു ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ശുചിത്വം പാലിക്കണം. നമ്മുടെ ജനൈറ്റൽ ഏരിയ നമ്മൾ ഹൈജീനിക് ആയിട്ട് കീപ്പ് ചെയ്യണം. നമ്മളൊരു പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്യണം. സാനിറ്ററി പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപും യൂസ് ചെയ്തതിന് ശേഷവും നമ്മൾ ഹാൻഡ് വാഷ് എൻഷുർ ചെയ്യണം. അതുപോലെ കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് നമ്മൾ പീരിയഡ്സിന്റെ സമയത്ത്, മെൻസ്ട്രേഷന്റെ സമയത്തെങ്കിലും ബ്രീത്തബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഏതെങ്കിലും സാനിറ്ററി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ റാഷസ് ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാണ്ട് സീക്ക് ഹെൽപ്പ് ഫ്രം എ മെഡിക്കൽ പ്രൊഫഷണൽ. പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അത് ക്യൂർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റുട്ടീനായിട്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെക്കപ്പിന് പോകണം. കുറഞ്ഞത് ആനുവലി എങ്കിലും നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം അവിടെ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ, താങ്ക് യു.